സുനാമി മൂലം ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന ഭീഷണിയെ തടയിടുന്നതിനു വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനുവരി 8 നടത്തുന്ന മോക്ക് ഡ്രില്ലിന്റെ മുന്നോടിയായി എക്സസൈസ് നടത്തി. വെളിയങ്കോടാണ് പരിപാടി നടന്നത്. തീരദേശവാസികളെ സുനാമിയെ നേരിടുന്നതിന് സജ്ജമാക്കുന്ന പദ്ധതിയായ സുനാമി റെഡി പ്രോഗ്രാമിന്റെ 3ാം ഘട്ടമായാണ് മോക്ക് ഡ്രിൽ നടക്കുക. ദുരന്ത നിവാരണ വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, ഫിഷറീസ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് താലൂക്ക് തല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ സീറോ റിസ്ക് മോക്ക് ഡ്രിൽ നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ SS സരിൻ പറഞ്ഞു. മോക്ക് ഡ്രിൽ 8-ാം തീയതി നടക്കുന്നതിൻ്റെ ഒരു പ്രാഥമിക ചർച്ച കഴിഞ്ഞൊരു 3 ചർച്ചകൾ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ ഇന്ന് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നേതൃത്വത്തിൽ നടന്നു. അതിൽ ഫയർഫോഴ്സ് ഒരു നല്ലൊരു മാർഗരേഖയുമായി വന്നു. അത് നമ്മൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ സിവിൽ ഡിഫൻസും മറ്റ് വോളണ്ടറി ഓർഗനൈസേഷൻസും ചേർന്ന് അത് നടപ്പിലാക്കും. ഒരു യഥാർത്ഥ ദുരന്തം വന്നാലും നമ്മളെങ്ങനെ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടിയും ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ചു ചേർന്ന് എങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തും എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു രൂപമായിരിക്കും നമ്മുടെ മോക്ക് ഡ്രില്ല്. ഈ മോക്ക് ഡ്രില്ല് നടക്കുമ്പോൾ നമ്മൾ സീറോ കാഷ്വാലിറ്റി അല്ലെങ്കിൽ സീറോ റിസ്ക് ഫ്രീ ആയിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടുമ്പോഴും കൃത്യമായി ഫയർഫോഴ്സിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 8-ാം തീയതി രാവിലെ 9:45 വെളിയങ്കോട് പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് മോക്ക് ഡ്രിൽ നടക്കുക. ഫാത്തിമ മിനി ഹാളാണ് അസംബ്ലി പോയിന്റ്. ഇൻസിഡന്റ് കമാൻഡന്റ് സംവിധാനം ഫിഷറീസ് LP സ്കൂളിൽ സജ്ജമാക്കും. യോഗത്തിൽ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കലാട്ടൽ, വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ SS സരീൻ, പൊന്നാനി തഹസിൽദാർ പ്രമോദ് P ലാസർ, ഡെപ്യൂട്ടി തഹസിൽദാർ AK പ്രവീൺ, താനൂർ, തിരൂർ, പൊന്നാനി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഹസാർഡ് അനലിസ്റ്റ് TS ആദിത്യ, ആരോഗ്യം, കോസ്റ്റ് ഗാർഡ്, സിവിൽ ഡിഫൻസ്, ഫിഷറീസ്, PRD തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 9 ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശക്തമായ തീരശോഷണം നേരിടുന്നതിനാലാണ് വെളിയങ്കോട് തീരമേഖലയെ ജില്ലയിൽ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയിരുന്നു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.